ഹായ് മൈ ഡിയേഴ്സ്, ഇന്ന് ഞാനും തൊടുവരയും അല്ലെങ്കിൽ കോഡ് ആൻഡ് ടാൻജൻറ്റ് എന്ന ഒരു പാർട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൽ ഇതുപോലെ കുറേ കോൺസെപ്റ്റൊക്കെ ഉണ്ട്. അത് ബോക്സിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതൊക്കെ അത് കാണാപ്പാഠം പഠിക്കാനുള്ളതല്ല, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് ഞാനിതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാനിത് ഡയറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഫസ്റ്റ്, ദ ആംഗിൾ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് ടാൻജൻറ്റ് അറ്റ് ഈതർ എൻഡ് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ കോഡ്. എന്താ സംഭവം? ദ ആംഗിൾ ബിറ്റ്വീൻ, ഇതെന്താണ്? ഇവിടെ ഈ റെഡ് കളറായിട്ട് തോന്നുന്നുണ്ടോ? ഇതാണ് ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നതാണ് എന്ത്? കോഡ് എന്ന് പറയണത്. ഈ കോഡും ആംഗിൾ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് ടാൻജൻറ്റ്. അപ്പോൾ അത് ഏതൊക്കെ ആംഗിളാണ്? ഈ കോഡിന് നമുക്കിവിടെ എ ബി എന്ന കോഡും, ഇത് ഒരു ടാൻജൻ്റാണ്, എയിലൂടെ ഉള്ള ടാൻജൻറ്റ്, പോയിൻ്റ് ബിയിലൂടെയുള്ള ടാൻജൻ്റാണ് ഈ ബി സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഡും ടാൻജൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഏതാംഗിളാണ്? ഈ രണ്ട് ആംഗിളും എന്താണ്? ഈ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫായിരിക്കും. അതാണ് ഈ ഇതിൽ പറയണത്. മനസ്സിലായല്ലോ? അത് എളുപ്പമല്ലേ? വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതായത് ഒരു കോഡും അതിൻ്റെ ടാൻജൻറ്റും അതാത് പോയിൻ്റുകളിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ കേന്ദ്രകോൺ. ഈ കോഡ് ഇതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ കോണിൻ്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? ഇത് ഹാഫ് എക്സ് ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇതും എത്ര തന്നെയായിരിക്കും? ഹാഫ് എക്സ് ഡിഗ്രി. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി എഴുതാൻ പറ്റും. നമ്മൾ വൃത്തങ്ങളും കോണുകളും സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. ഈ കോഡിൻ്റെ ഈ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? ഇവിടുത്തെ ഈ ആർക്കിലെ ഏതെങ്കിലും പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും. അല്ലെങ്കിൽ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫായിരിക്കും ഇവിടുത്തെ ഏതെങ്കിലും പോയിന്റിൽ ഈ കോഡ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ ആർക്ക് എന്ന് പറഞ്ഞാലും രണ്ട് എൻ പോയിൻ്റ് ഏതൊക്കെ തന്നെ? എ ബി തന്നെ. കോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻ പോയിൻ്റ് എയും ബിയും. അതുകൊണ്ട് ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിളായാലും കോഡ് ഉണ്ടാക്കുന്ന ആംഗിളായാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ ഈ കോഡ് എ ബി ഇവിടെ ഉണ്ടാക്കുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ടാക്കുന്ന പോയിൻ്റ് അല്ല, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഹാഫ് ഓഫ് എക്സ്, അതായത് എക്സിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇത് നോക്കിയേ, ഈ ഞാണിൻ്റെ ഈ ഒരു വശത്തുള്ള ഈ രണ്ട് ആംഗിൾസ്, ഈ കോഡിൻ്റെ ഒരേ വശത്തുള്ള രണ്ട് ആംഗിൾസ് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫായിരിക്കും. അടുത്തത് നമ്മൾ അറിയുന്നൊരു കാര്യം, സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫായിരിക്കും ഈ സർക്കിളിലെ ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിള്, ഈ സെയിം കോഡ് തന്നെ. അതായത് ഈ ആംഗിൾ തന്നെയായിരിക്കും ഇത് രണ്ടും. അപ്പോൾ ഇനി ഒരു പ്രോബ്ലത്തിൽ ഈ ആംഗിൾ തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ രണ്ട് ഭാഗത്തും. അത് ഓർത്തിരിക്കുക, മെയിനായിട്ടുള്ളൊരു കാര്യമാണത്. എന്താണ്? കോഡിൻ്റെ ഒരു വശത്തെ രണ്ട് ആംഗിളുകൾ, ഒന്നാമത്തെ കാര്യം അത് തുല്യമായിരിക്കും. ഒരു വശത്തെ രണ്ട് ആംഗിള് തുല്യമായിരിക്കും. ഇത് രണ്ടും തുല്യമായിരിക്കും. അതെന്തിനോട് തുല്യമായിരിക്കും? മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളിനോട്. മനസ്സിലായോ? ഈ കോഡിൻ്റെ ഒരു വശത്തെ രണ്ട് കോണുകളും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ഈ കോണിനോട് തുല്യമായിരിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ കോഡിൻ്റെ ഈ രണ്ട് ആംഗിൾസും ഈ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. മനസ്സിലായല്ലോ? കൺഫ്യൂസ്ഡ് അല്ലല്ലോ? ആദ്യം തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് ഇത്. ഇതേ
മെഷർമെൻറ്റ് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക നമുക്ക്. കിട്ടിയോ? ഇനി അടുത്തത്, ഇത് നമുക്കറിയാം എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി, ഇത് നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? റേഡിയസുകൾ തമ്മിൽ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളും പിന്നെ അവയുടെ ടാൻജൻറ്റ് തമ്മിലുണ്ടാക്കുന്ന ആംഗിളും കൂടി ആഡ് ചെയ്താൽ അത് സപ്ലിമെൻ്ററി ആയിരിക്കും, അതായത് 180 ഡിഗ്രി കിട്ടും. അതാണ് പഠിച്ചത്. അതായത് ഇത് സെൻറ്ററാണ്, ഒ എ എന്ന് പറഞ്ഞ റേഡിയസ്, ഒ ബി എന്ന റേഡിയസ് എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആംഗിളും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അതിനി ഈ ഞാണിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ കോഡ് വെച്ചിട്ട് നമ്മളെങ്ങനെ പറയും? ഈ കോഡ് എ ബി ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ, ഈ ആംഗിളിനെ അങ്ങനെയും വിളിക്കാമല്ലോ. ഇത് കോഡ് എ ബി എന്ന് പറയുന്ന സെൻട്രൽ ആംഗിളാണ്. ഈ ആംഗിളും എങ്ങനെയായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും, അതും പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ പല കാര്യങ്ങൾ പഠിച്ചു. ആദ്യം തന്നെ നമുക്കറിയാം ഈ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഹാഫ് എക്സ് ആയിരിക്കും. ഇനി അടുത്തത്, ഇപ്പോൾ അത് നമ്മൾ മുന്നേ പഠിച്ച ചാപ്റ്ററിലുള്ളതാണ്. ഇനി പിന്നെ പഠിച്ചത് ഈ ഞാണിൻ്റെ അല്ലെങ്കിൽ ഈ കോഡിൻ്റെ ഒരേ വശത്തുള്ള രണ്ട് കോണുകളും ടാൻജൻ്റായിട്ട് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അത് ഈ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും, അതായത് ഈ ഒരു കോണിന് തുല്യമായിരിക്കും. ഇതും ഹാഫ് എക്സ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു റേഡിയൈ തമ്മിലുണ്ടാക്കുന്ന ആംഗിളും ടാൻജൻസുകൾ തമ്മിലുണ്ടാക്കുന്ന ആംഗിളും സപ്ലിമെൻ്ററി ആയിരിക്കും. ഇവിടെ റേഡിയൈ തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന് പകരം നമ്മൾ എന്ത് പറയാണ്? ഈ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ, ഇതല്ലേ ഈ ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ ഇതന്നെയാണ്. അത് തന്നെയാണ് കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ. ഈ ആംഗിളിനെ വീണ്ടും ഒരു രീതിയിലും കൂടി പറയാം, റേഡിയൈ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾസ്. അങ്ങനെ 3 രീതിക്കും ഈ ആംഗിളിനെ പറയാം. ആർക്ക് ഉണ്ടാക്കുന്ന ഈ എ ബി എന്ന ആർക്ക്, ഇവിടെ എ ബി, ഈ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രലിൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ, ഈ കോഡ് എ ബി എന്ന ഈ കോഡ് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ. ഇനി എന്താണ്? റേഡിയൈ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. 2 റേഡിയൈ സെൻറ്ററിൽ, അതായത് 2 ആരങ്ങൾ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ, അതും ആ പോയിൻറ്റിലൂടെ പോകുന്ന ടാൻജൻസുകൾ ഉണ്ടാക്കുന്ന കോണും തമ്മിൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി. ഇവിടെ എന്താ? 180 മൈനസ് എക്സ് ഡിഗ്രി. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിളിൻ്റെ ബാക്കി ആംഗിൾസ് എങ്ങനെ എഴുതാം നോക്കാം. ഇതിപ്പോൾ ഒരു ട്രയാങ്കിളാണ്. ഇപ്പോൾ ഈ ട്രയാങ്കിൾ കാണുന്നതിന് മുന്നേ ഇതിനൊരു 3 കോഡായിട്ട് കാണാം. 3 കോഡുകൾ ജോയിൻ ചെയ്തുണ്ടായ ട്രയാങ്കിളാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ കോഡ്, ഈ ബ്ലൂ കളർ കോഡ്, ഈ കോഡിൻ്റെ ഈ 2 ആംഗിൾ, ഇത് യെല്ലോ, ഇതിലാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ യെല്ലോ കളറ്, ഇത് ഏതിനോട് ഈക്വലായിരിക്കും? ഈ കോഡ് അതിൻ്റെ മറുചാപത്തിൽ അല്ലെങ്കിൽ ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനോട് തുല്യമായിരിക്കും അല്ലേ? അതായത് ഏതൊക്കെ ആംഗിൾസാണ് തുല്യം? ഈ 2 ആംഗിൾസ് അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ആംഗിളിനോട് തുല്യമായിരിക്കും. അതല്ലേ നമ്മളിവിടെ പഠിച്ചത്? ഈ 2 ആംഗിൾസ് ഈ ആംഗിളിനോട് തുല്യമായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? ഇനി ഇങ്ങനെ ഈ ഒരു ഗ്രീൻ കോഡ് നോക്കൂ. ഈ കോഡ് ഈ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ടാൻജൻറ്റ് ഉണ്ടാക്കുന്ന ഈ ആംഗിളും ഏതിനോട് തുല്യമായിരിക്കും? ഈ ആംഗിളിനോട് തുല്യമായിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഈ ആംഗിൾസിന് നമുക്ക് വേണമെങ്കിൽ പേരിടാം. 1 2 3 4 5 6 7 8 9. ഇതിൽ ഏതൊക്കെയാണ് തുല്യമായിട്ട് കിട്ടുക? ഇവിടുത്തെ ഈ 7ഉം 2ഉം 3ഉം. അപ്പോൾ ആംഗിൾ 7 ഈക്വൽ ടു ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3. മനസ്സിലായോ? ഇത് 2, ഇത് 3, ഇത് 7. ഇനി ഏതൊക്കെയായിരിക്കും തുല്യം? ആംഗിൾ 9ഉം 8ഉം തുല്യമായിരിക്കും. കാരണം ഈ ഗ്രീൻ കോഡിൻ്റെ
ഒരേ വശത്തുള്ള 2 ആംഗിൾസാണ് ആംഗിൾ 8ഉം ആംഗിൾ 9ഉം. അപ്പോൾ ആംഗിൾ 8ഉം ആംഗിൾ 9ഉം ഈക്വലാണ്. അതെന്തിനോട് ഈക്വലാണ്? അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആർക്കിലെ ഈ പോയിന്റിലുള്ള ഈ ആംഗിൾ, അതായത് ആംഗിൾ 4നോട് ഈക്വലാണ്. മനസ്സിലായോ? ഇനി അടുത്തത് ഈ റെഡ് കളർ കോഡ്. ഈ കോഡ് ഈ 2 ടാൻജൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ആംഗിൾ 5 ആൻഡ് ആംഗിൾ 6. അപ്പോൾ ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 6 ആണ്. ഒരേ വശത്തെ ആംഗിൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്തിനോട് തുല്യമായിരിക്കും? മറുവശത്തെ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിനോട് തുല്യമായിരിക്കും. അതായത് ഈ 1നോട് തുല്യമായിരിക്കും. എന്താ? ആംഗിൾ 1. മനസ്സിലായല്ലോ? ഇതൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് ഇതൊക്കെ വായിച്ച് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കാം. ദ ആംഗിൾ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് ടാൻജൻറ്റ് അറ്റ് ഈതർ എൻഡ് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ കോഡ്. മനസ്സിലായല്ലോ? ഈ 2 ആംഗിളും ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അടുത്തത്, ഒരു വൃത്തത്തിലെ ഒരു ഞാണിൻ്റെ അറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ ഞാണുമായി ഉണ്ടാക്കുന്ന കോണുകളിൽ ഒരു വശത്തുള്ള കോണുകൾ 2ഉം മറുവശത്തെ വൃത്തഖണ്ഡത്തിലെ കോണുകൾക്ക് തുല്യമാണ്. അതെന്താ പറഞ്ഞത്? ഒരു ഞാണിൻ്റെ അറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകളുമായി ഞാണുണ്ടാക്കുന്ന കോണുകൾ, അതായത് ഞാണും ഈ തൊടുവരയും ഈ അറ്റങ്ങളിൽ ഉണ്ടാക്കുന്ന ഈ 2 കോണുകൾ എന്താണ്? മറുവശത്തെ വൃത്തഖണ്ഡത്തിലെ ഈ കോണിന് തുല്യമാണ്. മനസ്സിലായല്ലോ? ആദ്യം പഠിച്ചു എന്ത്? സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. രണ്ടാമത് എന്താ പറഞ്ഞത്? ഇത് മറുവശത്തെ വൃത്തഖണ്ഡത്തിലെ കോണുകൾക്ക് തുല്യമാണ്. അതായത് ഇതിൻ്റെ ഈ വശത്തുള്ള ആംഗിൾസിന് തുല്യമായിരിക്കും. ഇനി അടുത്തത് എന്താണ്? വൃത്തത്തിലെ ഒരു ഞാണിൻ്റെ 2 അറ്റങ്ങളിലുമുള്ള തൊടുവരകൾ ചേരുന്ന കോൺ 180 ഡിഗ്രിയിൽ നിന്ന് ഞാണിൻ്റെ കേന്ദ്രകോൺ കുറച്ചതാണ്. അതും എന്താ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പഠിച്ച ഒരു കാര്യമാണ്. അത് പഠിച്ചപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചു? റേഡിയൈ തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ, അതായത് 2 ആരങ്ങൾ തമ്മിൽ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണും ആ ആരങ്ങളുടെ അറ്റത്തെ പോയിന്റിലൂടെയുള്ള തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജൻസ് ഉണ്ടാക്കുന്ന കോണും തമ്മിൽ 180 ഡിഗ്രി ആയിരിക്കും ആഡ് ചെയ്യുമ്പോൾ. അതുതന്നെയാണ് അതിന് പകരം ഇവിടെ എന്ത് പറഞ്ഞു? ഈ കോണിന് എന്താ പറഞ്ഞത്? ഞാണിൻ്റെ 2 അറ്റങ്ങളിലുമുള്ള തൊടുവരകൾ ചേരുന്ന കോൺ 180 ഡിഗ്രിയിൽ നിന്ന് ഞാണിൻ്റെ കേന്ദ്രകോൺ കുറച്ചതാണ്. ഈ ഞാണിൻ്റെ കേന്ദ്രകോണായ ഈ എക്സ് കുറച്ചതാണ് ഈ ടാൻജൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ. ഇത്ര മനസ്സിലായല്ലോ? ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒന്നുകൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം. എൻ്റെ ക്ലാസ്സിന് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം ഞാൻ വല്ലാതെ അങ്ങ് നീട്ടിപ്പരത്തി എല്ലാ ഡീറ്റെയിൽസും ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണില്ല. പക്ഷെ ഞാൻ ഭയങ്കര ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കോൺസെപ്റ്റ്, അത് പ്രോബ്ലം ചെയ്യാൻ എന്തൊക്കെ ആവശ്യം അത് മാത്രമേ എടുക്കണുള്ളൂ. കൂടുതൽ ഓവർലോഡ് ആക്കണില്ല. പിന്നെ ഞങ്ങളെപ്പോലെ ടീച്ചേഴ്സിനും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ മറ്റ് വലിയ ചാനൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ ഒരു ചെറിയ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, അത് ചില വീഡിയോയിൽ ലൈക്കേ ഇല്ല, ചിലതിന് 1 ലൈക്ക് 2 ലൈക്ക്, ഇപ്പോൾ മാക്സിമം 6 ലൈക്സൊക്കെ വന്നു കഴിഞ്ഞാൽ, അതും ഈ ചാപ്റ്റർ എടുത്തേ പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻറ്ററാക്ഷൻ തന്നെ തോന്നി തുടങ്ങിയത്. അതുവരെ ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് തീരെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ലൈക്സൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ഞാൻ മോട്ടിവേറ്റഡ് ആവണുണ്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര എന്താ പറയുക, ഈ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമൊക്കെ ഇപ്പോഴാണ് കുറച്ചെന്ന് പറയാം. ആകെ 4 ലൈക്കും കുറച്ച് കമൻറ്റ്, ആകെ 3-4 കമൻറ്റൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിട്ട് ഇങ്ങനെ എടുത്ത് നോക്കും. എൻ്റെ ഒരു മോട്ടിവേഷൻ